ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊറിച്ച് അനുഭവിച്ച ചോദ്യം എൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. അതെന്ന് വിശേഷമൊന്നും ആയില്ലേ. കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചോദ്യം ഞാൻ കേട്ടു തുടങ്ങി. എന്നാൽ പിന്നെ ഈ വിശേഷം കല്യാണത്തിന് മുമ്പേ സെറ്റാക്കിയേക്കാന്ന് വെച്ചാലോ, അത് അതിനേക്കാൾ വലിയ വിശേഷമാവും. ഇന്നത്തെ കാലത്ത് പേരൻ്റ് ആകാൻ പ്രസവകാലമോ പെരുന്നാൾ കാലമോ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് വെരി പേഴ്സണൽ. അഡോപ്ഷൻ ഉണ്ട്, സർഗസി അടക്കം ഒരുപാട് സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ട്. എന്നാലും ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സയൻറ്റിഫിക് റെമഡിയും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. കല്യാണത്തിന് ശേഷം ആദ്യത്തെ 2 വർഷം ഞാനും എൻ്റെ ഭാര്യയും ചെന്നൈയിലായിരുന്നു. എനിക്ക് ഡേ ഷിഫ്റ്റ് കിട്ടുമ്പോൾ അവൾക്ക് നൈറ്റ് ഷിഫ്റ്റ്, അവൾക്ക് ഡേ ഷിഫ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഫലവത്തായ പരാഗണങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. വാട്സപ്പ് തുറന്നു കഴിഞ്ഞാലോ ഐ എം ബ്ലെസ്ഡ് വിത്ത് എ ബേബി ബോയ്, ബേബി ഗേൾ എന്ന് പറഞ്ഞ സ്റ്റാറ്റസിന്റെ ബഹളം. യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ സെലിബ്രിറ്റി പ്രസവവും സെലിബ്രിറ്റികളുടെ പട്ടിയുടെ പ്രസവവും ഇതും കൂടാതെ പ്രസവിച്ച സെലിബ്രിറ്റികളുടെ പേരന്റിങ്ങിനെ പറ്റിയുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സും. ഇപ്പൊ പുതിയൊരു സാധനം കൂടെ ഇറങ്ങിയിട്ടുണ്ട്, ഈ ബേബി ഷവർ എന്ന് പറഞ്ഞ്. അത് ഞങ്ങൾ താമസിക്കുന്ന അവിടെ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര പരിപാടിയാണ്, വളകാപ്പ് എന്ന് പറയും. അതായത് നിറവയറുമായിട്ട് അമ്മ സ്റ്റേജിന്റെ നടുക്ക് മറ്റേ നമ്മുടെ ബാഹുബലിയുടെ സിംഹാസനം പോലെ സിംഹാസനത്തെ കയറിയിരിക്കും. വരുന്നവരൊക്കെ മാലയിടുന്നു, വളയിടുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതിൻ്റെ ഒക്കെ കാരണക്കാരുടെ കെറ്റുവാൻ വരുന്നവർക്കും പോകുന്നവർക്കും അല്ല നാരങ്ങാവെള്ളം കലക്കി കൊടുത്ത് ഏതെങ്കിലും ഒരു മൂലക്കിരിപ്പുണ്ടാവും. ഈ ഫാൻസി ഡ്രസ് മത്സരം പോലെ പണിയെടുക്കുന്നതെല്ലാം മേക്കപ്പ് മാനും സമ്മാനം കിട്ടുന്നത് കണ്ടസ്റ്റന്റിനും. അങ്ങനെ ഇതൊക്കെ കണ്ട് മനസ്സും അടുത്ത് എൻ്റെ ലൈഫ് പാർട്ണർ അവളുടെ ജോലി എന്നേക്കുമായി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. സ്ത്രീ ശക്തിയാണ്, അബലയല്ല, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ മോട്ടിവേറ്റ് ചെയ്തെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. കാരണം കൂടെ പഠിച്ച പിള്ളേരെല്ലാം സെലിബ്രേറ്റിംഗ് 1 month പ്രഗ്നൻസി, 2nd month പ്രഗ്നൻസി എന്ന് പറഞ്ഞ് മെനക്കെട്ട സ്റ്റാറ്റസ് മാസം ഇട്ട് തള്ളുന്നുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കണം കേട്ടോ. അപ്പം ഞാനും ആലോചിച്ചു, സ്വാഭാവികമായിട്ട് ഞാനും ആലോചിച്ചു, നമ്മളിപ്പം മൊബൈൽ ഫ്ലൈറ്റ് മോഡ് ഇടാൻ ഫ്ലൈറ്റേ കയറുന്ന കാര്യമൊന്നും ഇല്ലല്ലോ. സോ ചുമ്മാ ഒരു സ്റ്റാറ്റസ് ഞാനും ഇട്ടു, വെയിറ്റിംഗ് ഫോർ പേരൻറ്റ്ഹുഡ്. സാധാരണ ഞാൻ എന്തൊരു സ്റ്റാറ്റസ് വാട്സപ്പ് ഇടുവാണെങ്കിൽ അത് അവിടെ കിടന്ന് ചീഞ്ഞ് നാറി മറ്റേ ജോർജ് കുട്ടി വരുണിൻ്റെ മൃതദേഹം കുടിച്ചിട്ട പോലെ അത് അതിനെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാകാറുള്ളതല്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ റിപ്ലൈ മെസ്സേജിന്റെ ബഹളമായിരുന്നു. വാവ്, വാട്ട് എ ക്യൂട്ട്, സൂപ്പർ ഡാ, വെൽ ഡൺ ഡാ, കൺഗ്രാറ്റുലേഷൻ ഡാ. ഏട്ടാ നിനക്കോ എപ്പറാ? ഏതായാലും എനിക്കത് വല്ലാതെ ഇതായിപ്പോയി. അപ്പം ഞാൻ ഇതിങ്ങനെ ആലോചിച്ചു, ഇതെന്തായി സംഭവം ഏതായാലും. പക്ഷെ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തൊരു മെസ്സേജ് ഇതൊന്നുമല്ലേ, ഞങ്ങളുടെ ഓഫീസിലെ മലയാളി മാനേജറും കമൽഹാസൻ ഫാനുമായ ഒരു മാനേജർ അയച്ച മെസ്സേജാണ്. അതിങ്ങനെയായിരുന്നു: നെൽസ, പ്രേമിക്കുന്നതും കല്യാണം കഴിക്കുന്നതും കുട്ടികൾ ഉണ്ടാകുന്നതുമെല്ലാം ഭൂമി ഉണ്ടായ കാലം മുതൽക്കേ ഉള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ചെയ്താൽ അതാണ് ജീവിതം, സിന്ദഗി, ലൈഫ്. ആരെങ്ങനെയെന്നറിയോ, മറ്റേ നോർമൽ ഡെലിവറി കമ്പനിയിൽ വിശ്വസിച്ച് കവറാകത്തില്ലെന്നും പറഞ്ഞ് പയറ് പോലെ നടന്ന പെമ്പർനോത്തിയെ ഡോക്ടറെ സ്വാധീനിച്ച് സിസേറിയൻ ചെയ്യിച്ച മഹാനാണ്. എന്നിട്ട് 6 മാസം വർക്ക് ഫ്രം ഹോം എഴുതി വാങ്ങിച്ചു. ഏതായാലും എൻ്റെ ഫേക്ക് ആയിട്ടുള്ള സ്റ്റാറ്റസ് കണ്ട് DP ആയിട്ട് വെച്ചിരുന്ന മാതാവ് പോലും മനസ്സ് മടുത്തിട്ടാണെന്ന് നടത്തില്ല. ആഫ്റ്റർ ഓൾ കോംപ്ലിക്കേഷൻസ് എൻ്റെ മാവും പൂത്തു. ഒറ്റ വര കണ്ടു പഠിത്തം, ഞങ്ങളും 2 വര കണ്ടു. ഏകദേശം അതിനുശേഷം പുള്ളിക്കാരി കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറിഞ്ഞൊരു ക്യൂടെക്സ് ലാബ് പോലും ഞാൻ സമ്മതിച്ചില്ല. പഞ്ചാബി ഹൗസിലെ രമണനെ പോലെ അറിഞ്ഞതും അറിയാമില്ലാത്തതുമായിട്ടുള്ള എല്ലാ പണിയും ഞാൻ ചെയ്തു. സത്യം പറഞ്ഞാ 2 മാസം മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യം ഇത്ര വലിയ കഷ്ടപ്പാടാകുമെന്ന് ഞാനും ഓർത്തില്ല. സാധാരണ നമ്മുടെ ഭാര്യമാരൊക്കെ ഗർഭിണിയാവുന്നൊരു ഭർത്താവ് അറിയുന്നത് എങ്ങനെയാണ്? നിങ്ങളെല്ലാം നിങ്ങൾ അറിയാം, സാധാരണ ഭർത്താവ് പറയുന്നത് ഭാര്യ പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ എൻ്റെ അങ്ങനെയല്ല. ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഉറങ്ങി എണ്ണിട്ട് ഞാൻ ഞങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലെ ലാഡ വൈദ്യന്മാരെ കണ്ട് അമ്പടുന്നു. മുള ചായ കുടിക്കല്, ചാരിക്കടക്കല്, കപ്പളങ്ങ തിന്നരുത്, പിന്നെ എന്തുവാ മറ്റേ ഈ മഞ്ഞൾ ചെറുതേൻ്റെ അകത്ത് കലക്കി കുങ്കുമത്തിൻ്റെ അകത്ത് തിളക്കി രാവിലെയും വൈകിട്ട് 2 നേരം കഴിക്കണം. കട്ടൻ കാപ്പി കൈകൊണ്ട് പോലും തൊടരുത്. കൊച്ചിന് അപ്പൻ്റെ കളർ കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മെസ്സേജ് അയച്ചത് എൻ്റെ അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. പ്രഗ്നൻസിയുടെ ആദ്യത്തെ 2 മാസം ചെന്നൈ തന്നെയായിരുന്നു. അമ്മയുടെ വയറ് പാത്താ തരുമേ ഇത് പയ്യന്താ എന്ന് മുന്നിലത്തെ ഫ്ലാറ്റിലാക്കാം, അമ്മയുടെ കണ്ണ് പാത്താ തരുമേടാ ഇത് പൊണ്ണുതാ എന്ന് പുറകിലത്തെ ഫ്ലാറ്റിലാക്കാം. അങ്ങനെ ഡെയിലി ഓരോ ലിംഗനിർണയ സ്കാനിങ് റിപ്പോർട്ട് കിട്ടി ബോധിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലെ സ്ഥിതി ഗംഭീരമായിരുന്നു. 3-ാം മാസത്തെ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയ ചങ്ങനാശ്ശേരിയിലെ കുഞ്ഞാണ്ടി പറഞ്ഞത് ഇത് അപ്പറെ പറിച്ചു വെച്ച പോലെയാണ്. ഏത് സ്കാൻ ചെയ്ത ഡേറ്റ് പോലും ശരിക്കും തെളിഞ്ഞു വരാത്ത ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പർ നോക്കിയിട്ട്. ഏതായാലും നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പുള്ളിക്കാരിക്ക് ഇച്ചിരി എക്സ്ട്രാ കെയറിങ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരാവശ്യമില്ല, ചോദിക്കേണ്ട ഒരാവശ്യമില്ലാത്തൊരു ചോദ്യം ഞാനും ചോദിച്ചു. മോളിസിന് എന്താ വേണ്ടത്?
ഞാൻ ഓർത്ത ഈ സിനിമയിൽ കാണുന്ന പോലെ വല്ലതും മസാല ദോശയോ ചിക്കൻ ബിരിയാണിയോ ഒക്കെ എന്നാ. പക്ഷേ പണ്ട് ഞാൻ അവളുടെ പണയം വെച്ച സ്വർണം മുഴുവൻ തിരിച്ചെടുത്ത് അത് ലോക്കറിൽ കൊണ്ടുപോയി വെച്ച് രസീത് ഹാജരാക്കണമെന്ന സൈക്കോ ആവശ്യമായിരുന്നു അവളുടേത്. എൻ്റെ അമ്മയും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു അമ്മച്ചിയോട് അതൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു അമ്മയും ചോദിച്ചു, മോക്ക് എന്താ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത്? അമ്മ എനിക്ക് ഡെയിലി ഇടിയപ്പവും ഇടിച്ചക്കത്തോറിനും വേണമെന്ന് മനസ്സാക്ഷി ഇല്ലാതെ അവള് പറഞ്ഞു. അവസാനം ഇടിയപ്പത്തിന്റെ അച്ച് കറക്കി 72 വയസ്സായ എൻ്റെ ചാച്ചനെ ഷോൾഡറിൽ ഈ രണ്ട് മസില മുളപ്പിച്ചു, വിങ്സ് വേറെ. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ഇടിച്ചക്കത്തോറുണ്ടാക്കാൻ വേണ്ടി ചക്ക ഇടാൻ വേണ്ടി ഒരു തുലാമാസത്തിൽ പ്ലാവെ വലിഞ്ഞ കയറിയാൻ ഒരു മുഴുത്ത വരിക്ക ചക്കയുമായി താഴേക്ക് പോന്നു. ഒറ്റ മിനിറ്റ് കൊണ്ട് കേട്ടോ നാട്ടുകാരൊക്കെ ഓടിക്കൂടി. അമ്മയാണ് വെള്ളം തൊട്ട് ചങ്ക് തുടങ്ങുന്നു, ചാച്ചനാണ് മെഡിക്കോളിൽ പോകാൻ ആശുപത്രി കൊണ്ട് ഓട്ടോ വിളിക്കുന്നു. അയലോകത്ത് റിട്ടയർഡായ ഫിസിക്സ് ടീച്ചർ എനിക്ക് സംഭവിച്ച ഗ്രാവിറ്റി റിലേറ്റഡ് ടു മാസിനെ പറ്റി ഓടിക്കൂടി അവർക്ക് ക്ലാസ് എടുക്കുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് 7 മാസം ഗർഭിണിയായ എൻ്റെ ഭാര്യ നിറവയറുമായി പയ്യെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നിറഞ്ഞ കണ്ണുകളോട് ഗദ്ഗത കണ്ടിയായിട്ട് എൻ്റെ കൈയെടുത്ത് അവിടെ വയറ്റിൽ വെച്ചിട്ട് കൊച്ചിനോട്, പപ്പായോട് ചോദിക്ക് ചക്ക എങ്ങോട്ടാണ് ഉരുണ്ടുപോയതെന്ന്. സോറി, ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. സോ വയറ്റിൽ